ദേവമംഗള ആസ്ട്രോ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മംഗളൻ ശർമ്മ. പൂയം നക്ഷത്രജാതരുടെ 2025 ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള മാസഫലത്തെക്കുറിച്ചാണ് പറയുന്നത്. ജൂൺ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ കർമ്മരംഗത്ത് സ്ഥായിയായ മാറ്റത്തിന് സാഹചര്യം കാണുന്നു. തൊഴിൽ മാറ്റത്തിനോ പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിനോ സാഹചര്യമുണ്ടാകും. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും അതോടൊപ്പം തന്നെ അധ്വാന ഭാരവും വർദ്ധിക്കും. സഹോദരങ്ങളുടെ ഉന്നമനത്തിനായി ധനം ചെലവഴിക്കും. മറ്റുള്ളവരെ സഹായിക്കുന്നതിനുള്ള സന്മനസ്സുണ്ടാവും. ഭാര്യയുടെ സ്വത്തുവകകൾ കൈവശം വന്നു ചേരും. ജീവിത പങ്കാളിയിൽ നിന്നും സുഖാനുഭവങ്ങളുണ്ടാകും. ദാമ്പത്യബന്ധം സുഖകരമായിരിക്കും. ബന്ധുക്കളുമായുള്ള സൗഹൃദാന്തരീക്ഷത്തിലൂടെ പല വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും കൈവരും. സ്വത്തുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും കേസുകളും പരിഹരിക്കപ്പെടും. അപ്രതീക്ഷിത ധനലാഭമുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം കൈവരും. ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. എന്നാൽ വിദേശത്ത് ഉപരിപഠനത്തിനോ ജോലിക്കോ ശ്രമിക്കുന്നവർക്ക് സമയം അത്ര അനുകൂലമല്ല എന്നു മാത്രമല്ല, പലവിധത്തിലുള്ള അപ്രതീക്ഷിത തടസ്സങ്ങളുമുണ്ടാകും. പൂയം നക്ഷത്ര ജാതരുടെ ജൂലൈ മാസത്തെ ചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ സാമ്പത്തിക അഭിവൃദ്ധി കൈവരും. സൽപ്പേരും ജനസമ്മതിയും ഉണ്ടാകും. ബിസിനസ് രംഗത്ത് പുത്തൻ ആശയങ്ങൾ നടപ്പിലാക്കാനും ഒന്നിലധികം സ്ഥാപനങ്ങൾ തുടങ്ങാനുമുള്ള പ്രാരംഭ നടപടികൾക്ക് തുടക്കം കുറിക്കും. വ്യാപാര ആവശ്യങ്ങൾക്കായി വാഹനങ്ങൾ വാങ്ങിക്കാൻ ഇടവരും. വസ്തുവകൾ വാങ്ങാനുള്ള അവസരം വന്നുചേരും. ഗ്രഹം പുതുക്കിപ്പണിയുകയോ മോടി പിടിപ്പിക്കുകയോ ചെയ്യും. സർക്കാരിൽ നിന്നും കിട്ടാനുള്ള ആനുകൂല്യങ്ങൾ കൈവശം വന്നുചേരും. വിവാഹാന്വേഷകർക്ക് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ കണ്ടെത്താനും പ്രണയിനിക്ക് പ്രണയം സാഫല്യവും വന്നുചേരും. ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധയും കൃത്യനിഷ്ഠയുമില്ലെങ്കിൽ രോഗാദി ദുരിതങ്ങൾക്ക് കാഠിന്യം വർദ്ധിക്കും. നിസ്സാര അസുഖങ്ങളായാൽ പോലും ഡോക്ടറുടെ ഉപദേശം തേടുന്നത് ഗുണകരമായിരിക്കും. ദൂരയാത്രകളും അതുമൂലമുള്ള അലച്ചിലുകൾക്കും ക്ലേശങ്ങൾക്കും ഇടയുണ്ടാക്കും. പൂയം നക്ഷത്രജാതരുടെ ആഗസ്റ്റ് മാസത്തെ ഗ്രഹചാരവശാലുള്ള മാസഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തും. സങ്കല്പത്തിനനുസരിച്ച് ഉയരുന്നതിനുള്ള സാഹചര്യം കൈവരും. ജോലിക്കായി ശ്രമിക്കുന്നവർക്കും ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും കഴിഞ്ഞ് നിയമന ഉത്തരവിനായി കാത്തിരിക്കുന്നവർക്കും സമയം അനുകൂലമായി കാണുന്നു. പ്രത്യേകിച്ചും സർക്കാർ സർവീസുകളിൽ ജോലിക്ക് പ്രവേശിക്കാൻ സാഹചര്യമുണ്ടാകും. പൈതൃക സ്വത്ത് വകകൾ കൈവശം വന്നുചേരും. ചിട്ടി, ലോൺ, ലോട്ടറി മുതലായവയിൽ നിന്നും സാമ്പത്തിക നേട്ടം കൈവരും. മുടങ്ങിക്കിടന്നിരുന്ന സർക്കാർ ആനുകൂല്യങ്ങൾ ലഭ്യമാകും. ഗ്രഹോപകരണങ്ങളും അലങ്കാര വസ്തുക്കളും വാങ്ങി ഗ്രഹം മോടുപിടിപ്പിക്കും. ദാമ്പത്യ ജീവിതത്തിൽ ചില സൗന്ദര്യപ്പിണക്കങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. മുൻകോപവും എടുത്തുചാട്ടവും നിയന്ത്രിച്ചില്ലെങ്കിൽ പലവിധ മാനസിക സംഘർഷങ്ങൾക്കും ഇടവന്നേക്കാം. പൂയം നക്ഷത്ര ജാതരുടെ സെപ്റ്റംബർ മാസത്തെ ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ ജീവിതത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന പല ബുദ്ധിമുട്ടുകളും മാറിക്കിട്ടും. പ്രശസ്തിയും അംഗീകാരവും കൈവരും. സഹോദരങ്ങളിൽ നിന്നും ഗുണാനുഭവങ്ങളുണ്ടാകും. മാതൃഗുണവും സന്താന സൗഖ്യവും ഉണ്ടാകും. പുണ്യകർമ്മങ്ങൾ ചെയ്യും. കഷ്ടനഷ്ടങ്ങളിൽ നിന്നും മുക്തി വരും. ഭരണരംഗത്തുള്ളവർക്കും മറ്റ് ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്നവർക്കും ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയും. ജോലിക്കായി ശ്രമിക്കുന്നവർക്കും സർക്കാർ നിയമനത്തിനായി കാത്തിരിക്കുന്നവർക്കും ആഗ്രഹസാഫല്യം കൈവരും. പൊതുപ്രവർത്തകർക്ക് നേട്ടങ്ങളും സാമ്പത്തിക ഉന്നതിയും കൈവരും. ലോട്ടറി, ചിട്ടി മുതലായവയിൽ നിന്നും സാമ്പത്തിക നേട്ടം കൈവരും. ലോണിനായി കാത്തിരിക്കുന്നവർക്ക് അത് ലഭിക്കാൻ സാധ്യത കാണുന്നു. പൂയം നക്ഷത്ര ജാതരുടെ ഒക്ടോബർ മാസത്തെ ഫലത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സാമ്പത്തിക കാര്യങ്ങൾ വളരെ ആലോചിച്ച് മാത്രം ചെയ്യുക. സഹകരണ മനോഭാവവും ലക്ഷ്യബോധത്തോടും കൂടിയുള്ള സമീപനം സർവകാര്യ വിജയത്തിന് വഴിയൊരുക്കും. ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ചു കൊണ്ടിരുന്ന പല ബുദ്ധിമുട്ടുകൾക്കും ശമനം കൈവരും. സാമ്പത്തിക ഉന്നതിക്കായി പരിശ്രമിക്കും. മാതൃഗുണവും സഹോദര ഗുണവും ഉണ്ടാകും. അനാവശ്യമായ സംഭാഷണങ്ങളിലേർപ്പെട്ട് മേലുദ്യോഗസ്ഥരുടെ അപ്രീതിക്ക് പാത്രമാകാൻ ഇടയുള്ളതിനാൽ ശ്രദ്ധിച്ചു നീങ്ങുക. സർക്കാർ ജോലിയുള്ള ജീവിത പങ്കാളിയെ ലഭിക്കും. കുടുംബ ബന്ധങ്ങൾ കൂടുതൽ കെട്ടുറപ്പുള്ളതായി മാറും. സന്താനങ്ങൾക്ക് വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്യും. പ്രൊഫഷണൽ കോഴ്സുകളിൽ പ്രവേശനം ലഭിക്കാനും ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കുവാനുള്ള യോഗം കാണുന്നു. വിദേശയാത്രയ്ക്കും വിദേശ പഠനത്തിനും ആഗ്രഹിക്കുന്നവർക്കും അതിനുള്ള യോഗം കാണുന്നു.
സാഹിത്യകാരന്മാർക്കും കലാരംഗത്തുള്ളവർക്കും അംഗീകാരവും പ്രശസ്തിയും ലഭിക്കും. പൂയം നക്ഷത്ര ജാതരുടെ നവംബർ മാസത്തെ ഗ്രഹചാരവശാലുള്ള ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ നവംബർ മാസം ആദ്യ പകുതി കുറച്ച് ക്ലേശങ്ങൾ നിറഞ്ഞതാകും. പലവിധ ഗ്രഹപ്പിഴകളും അനുഭവിക്കേണ്ടി വരും. ആരെയും അന്ധമായി വിശ്വസിക്കരുത്. ഗ്രഹത്തിൽ പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും സ്വരച്ചേർച്ചയില്ലായ്മയ്ക്കും ഇടവരും. ഊഹക്കച്ചവടത്തിൽ പലവിധ നഷ്ടങ്ങളും വന്നുചേരും. യാത്രാവേളകളിൽ കൂടുതൽ ശ്രദ്ധയുണ്ടായിരിക്കണം. പിതാവിൻ്റെ ആരോഗ്യസ്ഥിതി തൃപ്തികരമായിരിക്കില്ല. മാസമധ്യത്തോടെ കാര്യങ്ങൾ അനുകൂലമായി കാണുന്നു. ശത്രുദോഷത്തിന് അറുതി വരും. ധനലാഭമുണ്ടാകും. രോഗാദി ദുരിതങ്ങളിൽ നിന്ന് മുക്തി വരും. ദാമ്പത്യ ജീവിതം സന്തോഷകരമാവും. സന്താനങ്ങളുടെ ജോലിക്കാര്യത്തിൽ അനുകൂല സാഹചര്യമുണ്ടാകും. പൂയം നക്ഷത്ര ജാതരുടെ ഡിസംബർ മാസത്തെ ഫലത്തെക്കുറിച്ച് നോക്കുമ്പോൾ തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകുമെങ്കിലും മേലുദ്യോഗസ്ഥരുമായി അകൽച്ചയ്ക്ക് ഇടവരും. വസ്തു സംബന്ധമായ തർക്കങ്ങൾ പരിഹരിച്ച് ക്രയവിക്രയ സാധ്യമാക്കും. ഭൂമി സ്വത്തുവകകൾ കൈവശം വന്നുചേരും. സന്താനത്തിന് ദൂരദേശത്ത് തൊഴിൽ യോഗം കാണുന്നുവെങ്കിലും സന്താനങ്ങളിൽ നിന്നും ക്ലേശാനുഭവങ്ങൾ ഉണ്ടാകും. സ്ഥാനസ്ഥിതി മെച്ചപ്പെടും. കഷ്ടനഷ്ടങ്ങളിൽ നിന്നും മോചനമുണ്ടാകും. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടും. സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണനഷ്ടവും അപകീർത്തിക്കും കാരണമാകും. എന്നാൽ മാസാന്ത്യത്തോടെ ഈശ്വരാനുഗ്രഹത്താൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിധിവരെ അറുതി വരും. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കും. കുടുംബ പരദേവതാപ്രീതിക്ക് ഭംഗം വരാതെ നോക്കണം. പൂയം നക്ഷത്ര ജാതരുടെ 2025 ജൂൺ മുതൽ ഡിസംബർ വരെയുള്ള ഗ്രഹചാരവശാലുള്ള മാസഫലങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഫലങ്ങളിൽ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ കണ്ടേക്കാം. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓം ശ്രീ മഹാദേവേ നമഃ.